ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഗ്രീൻ ബീൻസ് മുട്ട മസാലേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തട്ടുകടയിലെല്ലാം കിട്ടുന്ന പോലത്തെ ഒരു അടിപൊളി ഗ്രീൻ ബീൻസ് മുട്ട മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് ഗ്രീൻ ബീൻസ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 2 വിസിലടിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു 2 വിസിലടിച്ചെടുത്തപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി വെന്ത് ഉടഞ്ഞും പോകരുത്, എന്നാൽ അത്യാവശ്യം വേഗവും വേണം. 2 വിസിൽ എനിക്ക് കറക്റ്റാണ്. ഇനി നമുക്കത് വെള്ളമെല്ലാം ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തക്കാളി ചേർത്ത് കൊടുക്കാം, പഴുത്ത തക്കാളി. അപ്പം ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു തക്കാളി ചേർക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരു 3 മുട്ടയെടുത്ത് നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മസാലേൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയി വന്നതിന് ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ്, വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മസാലയെല്ലാം നന്നായിട്ട് ഇതിലൊന്ന് പിടിക്കും. ഏകദേശം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി നമുക്ക് മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ തീ ഒത്തിരി കൂട്ടി വെക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഈ മുട്ടയും ഗ്രീൻ ബീൻസ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ബീൻസ് മുട്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിനി വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.